ഇത്തവണത്തെ കൊടും വരൾച്ച കഴിയുന്നതോടുകൂടി ഇടുക്കിയിലെ ഏലം കാർഷിക മേഖലയെ കാത്തിരിക്കുന്നത് വൻ ദുരന്തമെന്ന് കൃഷി ശാസ്ത്രജ്ഞർ. വിവിധ തരം കീടങ്ങളുടെയും രോഗങ്ങളുടെയും ആക്രമണം ഏലത്തിന് ഉണ്ടാകും. നിലവിലെ സാഹചര്യത്തിൽ കാർഷിക സർവകലാശാല കർഷകർക്ക് പ്രത്യേക മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. ചരിത്രത്തിൽ ഇന്നുവരെ അനുഭവപ്പെട്ടില്ലാത്ത ചൂടാണ് ഇടുക്കി ജില്ലയിൽ കഴിഞ്ഞിടെ ഉണ്ടായിട്ടുള്ളത്. ജില്ലയിൽ ഏതാണ്ട് 50% കൃഷി ഇതിനോടകം തന്നെ നശിച്ചു. എന്നാൽ വരൾച്ചയ്ക്ക് ശേഷവും ഏലം കൃഷിയെ കാത്തിരിക്കുന്നത് വൻ പ്രത്യാഘാതമാണെന്നാണ് ഏലം ഗവേഷണ കേന്ദ്രത്തിലെ ശാസ്ത്രജ്ഞർ വ്യക്തമാക്കുന്നത്. വേനൽ കടുത്തതോടുകൂടി നമുക്ക് ഏലത്തിന് കൂടുതലും രോഗങ്ങളും കീടങ്ങളും കീടങ്ങളിൽ നീരൂറ്റി കുടിക്കുന്ന പ്രാണികൾ ഒരുപാടായിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ രോഗങ്ങളിലാണെങ്കിൽ ഫ്യൂസേരിയം എന്നുള്ള ഒരു രോഗാണു ഈ ഡ്രൈ കണ്ടീഷനിൽ നന്നായി മൾട്ടിപ്ലൈ ആവുന്നുണ്ട്. അപ്പോൾ തട്ട ഒടിഞ്ഞു വീഴാനുള്ള ചാൻസും അതിന് കൂടുതലാണ്. പിന്നെ സോയിൽ ടെമ്പറേച്ചർ അത്രയും കൂടുതലായതുകൊണ്ട് ഇതിന്റെ ചെടിയുടെ അടിഭാഗം എല്ലാം പോയിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് ആ ചെടി സർവൈവ് ചെയ്യാൻ പറ്റുന്നില്ല. അതാണ് ഈ ഒരു കണ്ടീഷനിൽ സോയിൽ ടെമ്പറേച്ചർ കൂടിയത്, അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ കൂടിയത്, പിന്നെ ഹ്യൂമിഡിറ്റി കൂടിയത്. ഇതാണ് ഹ്യൂമിഡിറ്റി കുറഞ്ഞത്. ഇത്രയും കാര്യങ്ങൾ കൊണ്ട് നമുക്ക് ഏലത്തിന് സർവൈവ് ചെയ്യാൻ പറ്റാത്ത ഒരു ടെമ്പറേച്ചർ, ഒരു ക്ലൈമറ്റിക് കണ്ടീഷനാണ് ഇപ്പോൾ ഉള്ളത്. നിലവിലെ സാഹചര്യത്തിൽ കർഷകർ ഈ പ്രതിസന്ധി മറികടക്കാൻ കാർഷിക സർവകലാശാല നൽകുന്ന നിർദ്ദേശങ്ങൾ ഇവയാണ്. ഒന്നാമതായിട്ട് ഏലത്തിന് ഒപ്റ്റിമമായിട്ട് വേണ്ടത് 60 മുതൽ 65% വരെ ഷെയ്ഡാണ്. അപ്പോൾ ഒരു 50%-ലെങ്കിലും കുറയാത്ത ഷെയ്ഡ് നെറ്റ് വലിച്ചു കെട്ടി പറ്റുന്ന ഏരിയ സംരക്ഷിക്കുക, അത്രയെങ്കിലും തണൽ അതിന് കൊടുക്കുക. പിന്നെ വെള്ളമുള്ള സ്ഥലങ്ങളിൽ മാക്സിമം മണ്ണ് കുതിരത്ത രീതിയിൽ നനച്ച് ഒരു രാവിലെയോ വൈകുന്നേരമോ മാത്രം നനച്ച് ഉള്ള ടെമ്പറേച്ചർ, ഉള്ള സോയിൽ മോയ്സ്ചർ അവിടെ തന്നെ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം പൊതയൊക്കെ ഇട്ട് കൊടുത്ത് മണ്ണിനെ സംരക്ഷിക്കുക. അതാണ് ഈ ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷനിൽ സർവകലാശാല റെക്കമെൻഡ് ചെയ്യുന്നത്. നിലവിൽ നശിച്ച ഏലത്തോട്ടങ്ങളിൽ റീപ്ലാന്റ് ചെയ്യുവാൻ പോലും സാധിക്കാത്ത അവസ്ഥയിലാണ് ഹൈറേഞ്ചിലെ കർഷകർ ഉള്ളത്. സ്പൈസ് ബോർഡും ഗവൺമെന്റും അടിയന്തര ഇടപെടൽ നടത്തിയില്ലെങ്കിൽ ഏലം മേഖലയിലുള്ള ഹൈറേഞ്ചിന്റെ മേൽക്കോയ്മ ഓർമ്മ മാത്രമായി തീരും. സർക്കാർ പ്രത്യേക പാക്കേജ് പ്രഖ്യാപിക്കണമെന്ന ആവശ്യമാണ് കർഷകർ മുമ്പോട്ട് വയ്ക്കുന്നതും. ജനം, ഇടുക്കി.